നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭരണഘടനയെ വണങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ മുഴങ്ങിക്കേട്ട മോദി മോദി ആർപ്പുവിളി. മൂന്നാം ഊഴത്തിനൊരുങ്ങി നരേന്ദ്രമോദി സർക്കാർ. പാർലമെന്റിൽ ഇന്ന് യോഗം നടക്കുകയാണ്. പാർലമെന്റിനുള്ളിൽ SPGയുടെയൊക്കെ സംരക്ഷണത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രി ഭരണഘടനയെ വണങ്ങിയത്. മോദി മോദി ആർപ്പ് വിളികൾ ചുറ്റും മുഴങ്ങിക്കേട്ടു. റെക്കോർഡ് നേട്ടമിട്ടാണ് മോദി വീണ്ടും മൂന്നാം ഊഴത്തിനൊരുങ്ങി തയ്യാറെടുത്ത് നിൽക്കുന്നത്. മോദിയെ സ്വാഗതം ചെയ്തത് JP നദ്ദയാണ്. ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കും. എന്താണ് അദ്ദേഹം പറയുന്നത്? എന്തൊക്കെ പദ്ധതികളാണ്, വികസന പദ്ധതികളാണ് രാജ്യത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? മൂന്നാം ഊഴത്തിൽ ആദ്യ ദിവസത്തെ പ്രസംഗത്തിൽ എന്താണ് മോദി പറയുന്നതെന്നറിയാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ യോഗത്തിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ നിർദ്ദേശിക്കുകയായിരുന്നു. മുതിർന്ന BJP നേതാവും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ആണ് മോദിയെ പ്രധാനമന്ത്രിയായി യോഗത്തിൽ നിർദ്ദേശിച്ചത്. തുടർന്ന് കയ്യടികളോടെയാണ് അംഗങ്ങൾ ഇതിനെ പിന്തുണച്ചത്. അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങി. തുടർന്ന് കയ്യടികളോടെ മോദിയെ പ്രധാനമന്ത്രിയായി NDA അംഗങ്ങൾ അംഗീകരിച്ചു. മോദിയെ പ്രശംസിച്ചുകൊണ്ട് യോഗത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിച്ചു. തുടർച്ചയായി മൂന്നാം തവണയായി മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുകയാണ്. എന്തായാലും ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുകയാണ് ഏവരും. NDA നേതാക്കളുടെ യോഗത്തിന് എന്തായാലും ഡൽഹിയിൽ തുടക്കമായിരിക്കുകയാണ്. യോഗത്തിനായി നരേന്ദ്രമോദി പാർലമെന്റ് സെൻട്രൽ ഹാളിലെത്തി. അവിടെയാണ് എല്ലാ നേതാക്കന്മാരും ഉള്ളത്. മൂന്നാം NDA സർക്കാരിന്റെ നേതാവിനെ കയ്യടിയോടെ അംഗങ്ങൾ വരവേറ്റു. മോദി പാർലമെന്റിലേക്ക് കടക്കുന്ന വേളയിൽ ഭാരത് മാതാ കി ജയ് വിളികളും വന്ദേ മാതരവും പാർലമെന്റിൽ മുഴങ്ങിക്കേട്ടിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ മോദിയെ സ്വീകരിച്ചത് പൂച്ചെണ്ട് നൽകിക്കൊണ്ടാണ്. ഭരണഘടനയെ കൈകളിലെടുത്ത് വണങ്ങിയ ശേഷമാണ് മോദി വേദിയിൽ ഉപവിഷ്ടനായത്. മൂന്നാം വട്ടവും മോദി സർക്കാർ എന്ന മുദ്രാവാക്യമാണ് പാർലമെന്റിൽ പ്രധാനമായും ഉയർന്നുകേട്ടത്. NDA സഖ്യകക്ഷികളാണ് മോദിക്കൊപ്പം വേദി പങ്കിട്ടത്. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും മോദിക്ക് സമീപം ഉണ്ടായിരുന്നു. സദസ്സിനെ JP നദ്ദ അഭിസംബോധന ചെയ്ത ശേഷം മുതിർന്ന BJP നേതാവും രണ്ടാം മോദി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന രാജ്നാഥ് സിംഗ് യോഗത്തിൽ സംസാരിക്കുകയുണ്ടായി. നരേന്ദ്രമോദിയുടെ കാര്യക്ഷമതയും ദീർഘവീക്ഷണവും ഒരു ക്യാബിനറ്റ് അംഗമെന്ന നിലയിൽ നേരിട്ടറിഞ്ഞതാണ് താനെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. 10 വർഷത്തെ മോദിയുടെ സേവനം ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവനും പ്രശംസ പിടിച്ചുപറ്റിയെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൂന്നാം തവണയും NDA സർക്കാർ വരുമ്പോൾ നേതാവാകാൻ ഏറ്റവും യോഗ്യൻ നരേന്ദ്രമോദി തന്നെയാണെന്നും 1962 ശേഷം ആദ്യമായാണ് ഒരേ വ്യക്തി തന്നെ തുടർച്ചയായി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്നതെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി. ജനകീയനായ പ്രധാനമന്ത്രി തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDAയ്ക്ക് ഉൾപ്പെടെ പുരോഗതി ഉണ്ടായി. ശക്തവും അഭിമാനവും സുരക്ഷിതവുമായ നേതൃത്വമാണ് നമുക്ക് കിട്ടിയത്. രാജ്യം വികസിക്കുന്നതോടൊപ്പം ലോകത്തിന് മാതൃകയാകാനും 10 വർഷത്തിനിടെ ഭാരതത്തിന് കഴിഞ്ഞു. ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് മോദിജിയേക്കാൾ യോഗ്യനായ മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ കക്ഷി നേതാവാകാൻ നരേന്ദ്രമോദിയുടെ പേര് നാമനിർദ്ദേശം ചെയ്യുന്നുവെന്നായിരുന്നു രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതിനുശേഷം അമിത്ഷാ സംസാരിച്ചു. അമിത്ഷായും നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശത്തെ പിന്താങ്ങുകയായിരുന്നു. എന്തായാലും പാർലമെന്റിൽ യോഗം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ഏവരും. അതേസമയം നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ 7 ലോക നേതാക്കൾക്ക് ക്ഷണം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ഭൂട്ടാൻ പ്രധാനമന്ത്രി ദഷോ ഷെറിംഗ് ടോബ്ഗെ, മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ്, മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത്ത്, സീഷെൽസ് പ്രസിഡന്റ് വേവൽ രാംകലവൻ, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ തുടങ്ങിയ ലോക നേതാക്കൾക്കാണ് ക്ഷണമുള്ളത്. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. അയൽ രാജ്യങ്ങൾ ആദ്യമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയം പ്രയോജനപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. ഈ ലോക നേതാക്കളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മോദിക്ക് പ്രശംസ അറിയിച്ചിരുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹലും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ധാക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കയറാനാണ് ഷെയ്ഖ് ഹസീന പദ്ധതിയിട്ടിരിക്കുന്നത്. എന്തായാലും ഇനി രാജ്യം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.